ഹായ്, വെൽക്കം ടു പീസ്ഫുൾ പിങ്ക്. ഇന്ന് നമുക്ക് ഒരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് ഒന്നുമല്ല. ഇപ്പോൾ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഓവർനൈറ്റ് ഓട്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് പീനട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എയർ ഫ്രയറിലിട്ടിട്ട് വേഗം റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ആപ്പിളും ഒരു ബനാന ആൻഡ് ഒരു ഹാഫ് അവക്കാഡാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഓവർനൈറ്റ് ഓട്സിൻ്റെ പ്ലാനിങ് ഡയറ്റ് അങ്ങനെയുള്ള പ്ലാനിങ് ഒന്നുമല്ല കേട്ടോ. നാളെ കാലത്തേക്കുള്ള പണി തീർത്ത് വെക്കാമെന്നുള്ള പ്ലാൻ മാത്രമേ എനിക്കിതിലുള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും എനിക്കിതിലില്ല. അങ്ങനെ പിന്നെ ഒരു ഹെൽത്തി വെർഷൻ ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളതും ഒരു രസമാണല്ലോ. അപ്പോൾ അതാ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. എനിക്ക് ഓവർനൈറ്റ് ഓട്സിൽ ഓട്സ് ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ ഫ്രൂട്ട്സ് ഉള്ളതാണ് കേട്ടോ ഇഷ്ടം. ഓട്സ് മാത്രമാകുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ബോറടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഇടുമ്പോൾ അത് കഴിക്കാൻ നമ്മളത് ഫുള്ളായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ ഒരു മഗ്ഗൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവർനൈറ്റ് ഓട്സ് ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കി കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിൽ നമ്മൾ ആപ്പിളൊക്കെ നല്ലപോലെ ചെറുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഒരു ഹാഫ് പോർഷനാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആപ്പിൾ ചേർത്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ബനാന എടുത്തിട്ട് അത് ഇതേപോലെ നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ബനാനൊക്കെ നല്ലോണം പഴുത്തു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെ അതിനെ കുറച്ച് പണി കൂടുതലാണോ എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ തിരിച്ച് ഓവർനൈറ്റ് ഓട്സിലേക്ക് തന്നെ വന്നു. അപ്പോൾ നമ്മൾ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഈ ആപ്പിളിൻ്റെ കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. ഓവർനൈറ്റ് ഓട്സിൻ്റെ മിക്ക വീഡിയോസിലും നമ്മൾ റെസിപ്പീസ് നോക്കുമ്പോൾ എല്ലാവരും യോഗട്ടൊക്കെ യൂസ് ആക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്കെന്തോ ഓട്സിൻ്റെ കൂടെ യോഗട്ട് എനിക്ക് അത്ര അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്നും യൂസ് ആക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് ചെയ്ത ഫ്രൂട്ട്സിൻ്റെ കൂടെ ഓട്സ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാലൊഴിക്കുമ്പോൾ പാലടിയിലേക്ക് വരുമല്ലോ. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ മധുരവും ഈ ഓട്സും കൂടെ നല്ലോണം സോക്കായി കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹണി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഉണ്ടാവാറില്ല. അത്യാവശ്യം മധുരം ആ ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഓട്സിലേക്ക് മിക്സായി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഒരു അവക്കാഡോൻ്റെ പീസ് കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അവക്കാഡോ വേണമെങ്കിൽ നമ്മൾ മിൽക്ക് ചേർക്കുമ്പോൾ മിക്സിയിലിട്ട് അടിച്ച് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. പക്ഷേ അതിനെക്കാട്ടിയും നല്ലത് എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടുന്നതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് രണ്ട് രീതിയിലായാലും ചെയ്യാം. നെക്സ്റ്റ് നമ്മളെ പീനട്ടൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ പീനട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്ന കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് എന്താ ചെയ്യുക, നമ്മൾ തൊലി കളയുമല്ലോ, അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പീനട്ട്സ് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീനട്ട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പീനട്ട് നമ്മൾ മുകളിലിട്ടിട്ടുള്ള കാരണം പാലൊഴിക്കുമ്പോൾ അത് അടിക്ക് പോകുമല്ലോ. അപ്പം നമ്മളിങ്ങനെ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നമ്മൾ ഇതധികം കുതിരാത്ത നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മിൽക്ക് കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിന് അടച്ചു വെക്കാം കേട്ടോ.